കൊല്ലം ആയൂരിൽ കെഎസ്ആർടിസി ബസും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബസ് യാത്രക്കാരായ 10ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ടാങ്കർ ലോറി ഡ്രൈവറുടെ കാലിനും ഗുരുതരമായി പരിക്കുണ്ട്. ലോറിയിൽ കുടുങ്ങിക്കിടന്ന ഡ്രൈവറെ ഏറെ നേരത്തിന് ശേഷമാണ് പുറത്തെടുക്കാനായത്. ഓവർടേക്ക് ചെയ്യുമ്പോൾ കെഎസ്ആർടിസി ബസ് ലോറിയിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി. ഗോകുൽ, ലോറി നന്നായി തകർന്നിട്ടുണ്ട്. ലോറി ഡ്രൈവറെ ഏറെ സമയത്തിന് ശേഷം പുറത്തെത്തിക്കാനായി എന്ന് പറയുമ്പോൾ എന്താണ് ഈ പരിക്കേറ്റ ബാക്കിയുള്ളവരുടെ നില? 10 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. സ്മൃതി, 10 പേർക്കാണ് കൊല്ലം ആയൂർ വഞ്ചിപ്പട്ടി റോഡിലെ ഈ അപകടത്തിൽ പരിക്കേറ്റതെന്നുള്ളതാണ്. ഈ 10 പേരും ഇപ്പോൾ നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ നിലവിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ബാക്കി ആളുകളുടെ അവസ്ഥ സാരമല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ ടാങ്കർ ലോറിയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് വേണ്ടി ഓടുന്ന ടാങ്കർ ലോറിയാണ്. ടാങ്കർ ലോറി വളരെ വേഗത്തിലല്ല വന്നതെന്നുള്ളതാണ് പ്രദേശവാസികൾ, അതായത് ദൃക്സാക്ഷികൾ പറയുന്നത്. 8:30 സമയത്തോടു കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വളരെ മെല്ലെയാണ് ഈ ടാങ്കർ ലോറി എത്തിയിരുന്നത്. എന്നാൽ എതിരെ വന്നിട്ടുള്ള കെഎസ്ആർടിസി ബസ് അമിത വേഗത്തിലായിരുന്നു. പെട്ടെന്ന് തന്നെ വാഹനത്തെ ഇടിച്ച് അപകടം ഉണ്ടാവുകയായിരുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ അടക്കം പറഞ്ഞത്. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. അവർക്കും സാരമായ പരിക്കുകൾ ഏൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി എന്നുള്ള കാര്യം കൂടി അറിയുന്നുണ്ട്. വലിയ അപകടമാണ് നടന്നതല്ലേ? നല്ല അപകടമാണ്. പരിക്കേറ്റിട്ടുണ്ട്. ഒരു 13-14 പേരുണ്ട്. ഒരു കുഞ്ഞിൻ്റെ മൂക്കിൻ്റെ പാലം പൊട്ടിപ്പോയി. പിന്നെ ഒരു ചേച്ചിയുടെ ബസ്സിൻ്റെ ഡ്രൈവറിൻ്റെ ബാക്കിൽ ഇടിച്ച് അവരുടെ ഈ കണ്ണിൻ്റെ ഈ സൈഡ് ഇവിടിങ്ങനെ പൊട്ടിപ്പോയി. കെഎസ്ആർടിസി ബസ്സായിരുന്നു അമിത വേഗത്തിലെത്തിയതല്ലേ? അമിത വേഗം കെഎസ്ആർടിസി ബസ് ഓവർടേക്ക് ചെയ്ത് 3ാമത്തെ ട്രാക്ക് വരുന്ന മാതിരി. ഇവിടെ 2 ട്രാക്കേ ഉള്ളു, പക്ഷെ 3ാമത്തെ ട്രാക്ക് കയറുന്ന രീതിയിൽ വന്നതാണ്. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് ആദ്യം കൂടിയത്. നാട്ടുകാർ ഞങ്ങൾ 3 പേരെ ഉള്ളായിരുന്നു. ഒന്ന് ഈ പുള്ളിക്കാരൻ, പിന്നെ വേറൊരു അച്ചായൻ, ആ പുള്ളിക്കാരാണ് ഞങ്ങൾ രക്ഷാപ്രവർത്തനം നടത്തിയത്. പിന്നെ ഇതിനകത്ത് കുടുങ്ങിപ്പോയി, ടാങ്കർ ലോറിയുടെ ഡ്രൈവർ കുടുങ്ങിപ്പോയി. ഞങ്ങൾ പിന്നെ പിക്കപ്പും കൊണ്ട് ഞങ്ങൾ കെട്ടിവലിച്ചതാണ്. പിക്കപ്പ് കൊണ്ട് കെട്ടിവലിച്ച് നൂത്താണ് പുള്ളിക്കാരനെ എടുത്തത്. കാര്യമായ പരിക്കുണ്ടോ? ഇപ്പോൾ വിളിച്ച് ചോദിച്ചപ്പം പിന്നെ കാര്യമായ വലിയ വിഷയമൊന്നുമില്ല. കാലൊന്നും ഒടിഞ്ഞിട്ടൊന്നുമില്ല. പുള്ളിയുടെ കാലിൽ ബ്ലഡ് ഷോർട്ടേജ് വന്നിട്ടുണ്ട്, അതല്ലാതെ വേറെ ഒന്നുമില്ല. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ ഡ്രൈവറെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ടാങ്കർ ലോറിയുടെ ഡ്രൈവർക്കാണ് സാരമായ പരിക്കുകളുള്ളത്. ബാക്കിയുള്ളവർക്ക് പരിക്കുകൾ അത്ര സാരമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിക്കുന്നത്. അവരെയൊക്കെ തന്നെ ജനറൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. എന്തായാലും നമ്മൾ ഈ ദൃശ്യത്തിൽ കാണുന്നത് പോലെ തന്നെ അപകടത്തിന്റെ ഒരു ആഘാതം അത് വളരെ വലുതാണ്. വലിയ ഇടിയാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ ടാങ്കർ ലോറി വലിയ വേഗത്തിലായിരുന്നില്ല വന്നിരുന്നത്, കൃത്യമായിട്ടുള്ള ഇടം പാലിച്ചുകൊണ്ട് തന്നെയാണ് വന്നത്. പക്ഷേ ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം കെഎസ്ആർടിസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായപ്പോഴാണ് വലിയ ആഘാതത്തിലേക്ക്, വലിയ ഇടിയിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളുകൾ തന്നെയാണ് സംസാരിച്ചത്. 14ഓളം പേരെയാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് മാറ്റിയതെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ വലിയ കൊടും വളവിലാണ്. ആ കൊടും വളവിലാണ് കെഎസ്ആർടിസി ഇത്തരത്തിൽ അമിത വേഗത്തിലെത്തി ഒരു ഓവർടേക്ക് നടത്തുകയും അങ്ങനെ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ ഈ ടാങ്കർ ലോറി ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമമാണ്. റോഡിന് വലിയ വീതിയൊന്നും ഇല്ലാത്ത റോഡാണ്. അതുകൊണ്ട് തന്നെ മറ്റു വാഹനങ്ങൾ, ഇനി വാഹന ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ ടാങ്കർ ലോറിയും അതേപോലെ തന്നെ കെഎസ്ആർടിസി ബസ് ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ടാങ്കർ ലോറി കൂടി ഇനി മാറ്റേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഈ ലോറി മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നു വരികയുമാണ്. ഇപ്പോൾ നിലവിൽ 14 പേരോളം ഇപ്പോൾ വലിയ അപകടം തന്നെയാണ് കൊല്ലം ആയൂരിൽ നടന്നിരിക്കുന്നത്. ഇപ്പോൾ